ഈ താലിച്ചരടിന്റെ ബന്ധം ജന്മങ്ങൾ നീളും. ദേവിയെ മനസ്സ് ധ്യാനിച്ച് ഈ താലിമാല അണിഞ്ഞോളൂ, ഒരു ദോഷവും ഇല്ല. ഞാൻ അവധിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചിട്ട് വിളിക്കാം. ഒന്നും ഉണ്ടാവില്ല, സമാധാനമായിട്ടിരിക്കേ. നല്ലൊരു ദിവസമായിട്ട് എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ സംഭവിക്കാം? ഇവിടെ എന്റെ ജീവിതത്തിലെ ഒരുപാട് ഓർമ്മകളുണ്ട് വയ്ക്കല്ലേ. ഞാനും അർച്ചനയും ഇവിടെ വരാറുണ്ടായിരുന്നു. അവൾക്ക് ഏറ്റവും ഇഷ്ടം ഇവിടുത്തെ മസാല ദോശയായിരുന്നു. അപ്പോ വെറുതെ അല്ല ഇവിടെ കേറിയപ്പോ തന്നെ മൂഡ് ഓഫ് ആയത്. സന്തോഷം നിറഞ്ഞ ആ പഴയ നിമിഷങ്ങളൊക്കെ ഇപ്പോ സങ്കടവും വേദനകളും മാത്രമായി മാറി. കഴിഞ്ഞ പലതും ഓർക്കുമ്പോ വല്ലാത്ത കുറ്റബോധം തോന്നുന്നുണ്ട് എനിക്ക്. അങ്ങനെ കുറ്റബോധം തോന്നാൻ സച്ചി തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഇപ്പോഴും സച്ചിയുടെ മനസ്സിൽ അർച്ചനയോടുള്ള സ്നേഹം ഞാൻ കാണുന്നതല്ലേ. അറിഞ്ഞുകൊണ്ടല്ലെങ്കിലും എന്റെ ഭാഗത്തുനിന്ന് വലിയ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് വക്കീലെ. പറയേണ്ട സമയത്ത് ഞാൻ അവളോടെല്ലാം തുറന്നു പറയണമായിരുന്നു. ഒന്നും പിന്നത്തേക്ക് മാറ്റിവെക്കരുതായിരുന്നു. അങ്ങനെ പിന്നീട് പറയാന്ന് കരുതി ചിലതൊക്കെ മാറ്റിവെച്ചതുകൊണ്ടാ ഇതൊക്കെ സംഭവിച്ചത്. വലിയ തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ ഇടയായത്. അവൾക്ക് എന്നിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടത്. എനിക്കെന്റെ എന്റെ അർച്ചനയും കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. സ്നേഹം മനസ്സിലുണ്ടായതുകൊണ്ട് മാത്രം ആയില്ലല്ലോ. ചില സമയത്ത് പിണക്കങ്ങളും പരിഭവങ്ങളും അതിനെ വന്ന് മൂടും. ചില പിണക്കങ്ങൾ നമ്മൾ അറിയാതെ നീണ്ടുപോകും. വക്കീലിനറിയോ, അർച്ചന പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് ഞങ്ങൾ പിണക്കത്തിലായിരുന്നു. അർച്ചന അവളുടെ വീട്ടിലായിരുന്നു. ആ സമയത്ത് അവൾ എന്നോട് സംസാരിക്കില്ല. ഞാനൊന്ന് ഫോൺ ചെയ്ത പോലും എടുക്കില്ല. എന്നിട്ടും അവൾ അറിയാതെ ഇവിടുന്ന് മസാല ദോശ വാങ്ങി ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. എനിക്കവളെ നഷ്ടപ്പെടുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു നിമിഷം പോലും ഞാൻ അവളോട് വഴക്കിട്ടില്ലായിരുന്നു, പിണങ്ങിയിരിക്കില്ലായിരുന്നു. അന്ന് ഞങ്ങൾ തമ്മിൽ പിണങ്ങിയ ഓരോ നിമിഷവും വലിയ നഷ്ടമായി തോന്നുന്നു ഇപ്പോ. ലോകത്ത് ഒരു ഭർത്താവും ഭാര്യയെ എത്രയേറെ സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ആ സ്നേഹം പക്ഷേ അനാഥമായി പോയില്ല വക്കീലെ. അവളെ എന്റെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടതോടെ ഞാനും ആരുമില്ലാത്തവനായിപ്പോയി. അവരെ നഷ്ടപ്പെട്ടു എന്ന് പറയാറായിട്ടില്ലല്ലോ സച്ചി. സച്ചിയുടെ ഈ സ്നേഹം അർച്ചനയെ സച്ചിക്ക് തിരിച്ചു കൊണ്ടുവന്ന് തരും. ആ ഹലോ ബിജുക്കുട്ടാ. ആ നീ ഇപ്പോ എവിടെ? ആ നീ കണ്ടോ? ആ ശരി, ഞാൻ വിളിക്കാം. എന്താ സച്ചി? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സ്ഥലം വരെ പോണം. ദേവി, അമ്മേ മഹാമായേ, എവിടെ വീണെന്ന് കാണുന്നില്ലല്ലോ ദൈവമേ. താലിയാണോ തിരയുന്നേ?
ദേവി, പൂജ മുടങ്ങിപ്പോയതിന് ദോഷപരിഹാരം വല്ലതും ചെയ്യണോ തിരുമേനി? അതിന് പൂജ മുടങ്ങിയെന്ന് ആര് പറഞ്ഞു? താലിമല വീണത് ദേവിയുടെ പാദങ്ങളില. ഇതിൽ കൂടുതൽ പുണ്യം വേറെന്ത് വേണം? ദീർഘമാംഗല്യം തന്നെയാ ദേവി അനുഗ്രഹിച്ച് തന്നിരിക്കുന്നത്. ഈ താലിച്ചരടിന്റെ ബന്ധം ജന്മങ്ങൾ നീളും. ദേവിയെ മനസ്സ് ധ്യാനിച്ച് ഈ താലിമാല അണിഞ്ഞോളൂ, ഒരു ദോഷവും ഇല്ല. എന്റെ ദേവി, എന്റെ ദേവി, എന്റെ മുൻ സമൃദ്ധിയുടെ കഴുത്തിൽ താലി കെട്ടണ്ടെന്നാണോ ഇതിന്റെയൊക്കെ അർത്ഥം? ദേവി, ഇനിയൊരു പൂവെടുത്ത് ചന്ദനം തൊട്ട് നീര് കൊടുത്ത് പിണ്ടത്തിന് മുകളിലേക്ക് സമർപ്പിക്കുക. ഇനി ഒരിക്കൽ കൂടി മരിച്ച ആളിനെ മനസ്സിൽ വിചാരിച്ച് വസ്ത്രത്തിൽ നിന്നൊരു നൂലെടുത്ത് അതിന്റെ മുകളിലേക്ക് സമർപ്പിക്കുക.